അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ അതാ മലക്കുകൾ, സബാനിയത്തിന്റെ മലക്കുകള്, നരകത്തിന്റെ മലക്കുകളുണ്ടല്ലോ, അതാ ചങ്ങലയിൽ കെട്ടിയിട്ട് വലിച്ചിടച്ച് കൊണ്ടുവരികയാണ്. ആ മലക്കുകൾ ആ മനുഷ്യനെ ചങ്ങല കൊണ്ടടിക്കുന്നുണ്ട്. അള്ളാന്റെ റസൂലിന്റെ മുന്നിലൂടെ വലിച്ചു കൊണ്ടുപോകുമ്പോ ആ മനുഷ്യൻ അള്ളാന്റെ റസൂലിനോട് കരയുന്നൊരു ബിയേ, അള്ളാന്റെ റസൂലിനോട് കരഞ്ഞുകൊണ്ട് പറയുകയാ, എന്നെ ഒന്ന് രക്ഷിക്കട്, എന്നെ ഒന്ന് രക്ഷിക്കട്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കിടന്ന് കരയുകയാണ്. മലക്കുകൾ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. ആ മനുഷ്യൻ റസൂലുള്ളാഹിന്റെ മുന്നിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് യാചിക്കുമ്പോ അള്ളാഹു ആ മനുഷ്യനോട് ചോദിക്കും, ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നിനക്കുണ്ടായിരുന്നല്ലോ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നിന്റെ കയ്യിലുണ്ടായിരുന്നല്ലോ, എന്നിട്ടും എങ്ങനെ പറ്റിയടാ നിനക്ക് രക്ഷപ്പെടാതിരിക്കാ? അള്ളാഹുവിന്റെ ഖുർആൻ നിന്റെ കയ്യിലുണ്ടായിട്ട് ഈ നരകത്തിന്റെ തീക്കകത്ത് നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലല്ലോ. എന്റെ പ്രിയമുള്ള മുസ്ലിമേ, അള്ളാഹുവിന്റെ ഖുർആൻ ഓതിയ, അള്ളാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ച നരകത്തിൽ നിന്ന് നിനക്ക് മോചനമുണ്ടെന്ന് ത്വാഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമായ ഖുർആൻ ഓതിയ, ഖുർആൻ പഠിച്ച നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സിലിരിക്കുന്നവരോട് ഇന്ന് വഅദ് തുടങ്ങുന്ന സമയത്ത് ഉസ്താദ് ഇവിടെ ഇരുന്ന് ദുആ ചെയ്തപ്പം ഖുൽ ഹുവല്ലാഹു ഓതി, അതല്ലാതെ നിസ്കരിച്ച സമയത്തല്ലാതെ ഇന്ന് ഒരു ഖുൽ ഹുവല്ലാഹെങ്കിലും ഓതിയവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ഇന്നത്തെ ദിവസം ഉസ്താദ് ഇവിടെ ഓതി, അതല്ല നിസ്കരിച്ചപ്പോഴല്ല, അല്ലാതെ ഒരു ഇന്ന ആഴ്ത്തേനെങ്കിലും ഓതിയവർ ഒന്ന് കൈപൊക്കിക്കേ. അല്ലാഹു അഅലം. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. എല്ലാരും ഒന്ന് നേരെ ഇരുന്ന്, ചിലപ്പോ കസേര താന്ന് ഭൂമിക്കടി പൊക്കളയും. കാരണം എന്തേ? 3 ആയത്ത്, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ, ഇതുപോലും ഓതാൻ സമയമില്ല. അത്രയ്ക്കും വലിയ തിരക്കായിരുന്നു നിങ്ങൾക്കൊക്കെ ഇല്ലേ? എന്താ മനുഷ്യ ഇങ്ങനായിപ്പോയെ? എന്താ മനുഷ്യ ഇങ്ങനായിപ്പോയി? എല്ലാരും നന്നായില്ലേ? ഇനി നീ എന്ന് നന്നാവാനിരിക്ക? എല്ലാരും നന്നായി, എല്ലാരും നന്നായി, നീ മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയെ? പ്രായം കുറെ ആയില്ലേ? ചെറുപ്പക്കാരനാണെങ്കിൽ പറയാം, അവന്റെ പ്രായം, അവന് പക്വത എത്തിയില്ല. ഏത് മനുഷ്യന് 40 വയസ്സാകുമ്പോ പക്വത എത്തിയല്ലോ. ഏത് മനുഷ്യനും ഒരു 40 വയസ്സ് ആവുമ്പോ പക്വത എത്തുന്ന, നിനക്ക് 50 കഴിഞ്ഞല്ലോ. എന്നിട്ട് എന്ത്? അള്ളാഹു നന്നാക്കുമാറാകട്ടെ, അള്ളാഹു നന്നാക്കുമാറാകട്ടെ. എന്തേ ഇപ്പൊ ഇങ്ങനെ ആയിപ്പോയെ? ഇനി എന്നത്തേക്കാ? പോണ്ട സമയമായില്ലേ? പോണ്ട സമയമായില്ലേ? നീ വിചാരിക്കണം നിനക്ക് പോകേണ്ട സമയമായില്ലെന്ന്. ഇന്ന് രാത്രിയാ നീ പോണേ. നാളെ ചെർക്കളം പള്ളിയിൽ കബീർ വാക്കബി വയല് പറയുമ്പോ നീ വയല് കേൾക്കാൻ ഉണ്ടാവൂല. നീ കേക്ക് എവിടെ കിടന്ന്? പള്ളിക്കാട്ടി 6 അടി മണ്ണിനടി കിടന്ന്, 6 അടി മണ്ണിന്റെ അടി കിടന്ന നിനക്ക് വയല് കേൾക്കാനുള്ള യോഗം അള്ളാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. എന്തിപ്പോ പേടി? മരണത്തെ കുറിച്ച് പറഞ്ഞപ്പം പേടി. നീ വിചാരിക്കണം നിന്റെ സമയം എത്തിയില്ല, നിങ്ങൾ വിചാരിക്കണം നിങ്ങളുടെ സമയം എത്തിയില്ല. നിന്റെ പൊന്നനിയാ, നിന്റെ സമയം എത്തി, പോണ്ട സമയമായി. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മരണത്തിന് മുമ്പ് 3 അടയാളം ഉണ്ടാവുന്ന. മരണം അടുത്തോന്ന് അറിയണ്ടേ? മരണം അടുത്തോ എന്നറിയാൻ ആഗ്രഹമുള്ളവരെന്ന് കൈപൊക്കിക്ക്. മരണം അടുത്തോ എന്നറിയാൻ ഞാൻ അടയാളം പറഞ്ഞുതരാം. പൊക്ക്, കൈപൊക്ക്. നീ പേടിച്ചെന്ന് പറഞ്ഞ അസ്രായേൽ വീടിന്റെ മുന്നിൽ നിന്ന് തിരിച്ചൊന്നും പോവില്ല. 3 അടയാളം ഞാൻ പറഞ്ഞുതരാം, 3 അടയാളം പറഞ്ഞുതരാം. ഈ സദസ്സിൽ ഇരിക്കണ 99 പേർക്കും ഈ 3-ൽ ഒന്നെങ്കിലും വന്നിട്ടുണ്ടാകും. ഈ 3 അടയാളത്തിൽ ഒരെണ്ണമെങ്കിലും ഈ സദസ്സിരിക്കണ എനിക്ക് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, യാക്കൂബ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാമും അസ്രായേലും തമ്മിൽ വലിയ കൂട്ടുകാരായിരുന്നു. അപ്പൊ ചോദിച്ചു, എങ്ങനെയാ നല്ല ആൾക്കാരുടെ റൂഹ് പിടിക്കാൻ പോണമെന്ന് കാണിച്ചു കൊടുത്ത്, മോശം അതും കാണിച്ചു കൊടുത്ത്. എപ്പൊ ചോദിച്ചു, അവസരം കിട്ടിയപ്പോ ഞാൻ എപ്പോഴാ മരിക്കണമെന്ന് പറഞ്ഞുതരാവും. പറഞ്ഞു, എനിക്കറിയില്ല, അള്ളാഹു മാത്രമേ അറിയൂ. അപ്പൊ ചോദിച്ചു, എന്റെ മരണം അടുത്തു എന്നറിയാൻ വല്ല അടയാളം ഉണ്ടോ? അപ്പൊ പറഞ്ഞു, 3 അടയാളം ഉണ്ട്. ഒന്നാമത്തെ അടയാളം ഇന്ന് വീട്ടിൽ പോകണം. ഇന്ന് വീട്ടിൽ പോയിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് നിന്റെ തൊപ്പി അങ്ങോട്ട് ഊരിയിട്ടെന്ന് നോക്കണം. നിന്റെ താടിയിലെയോ തലയിലെയോ ഒരു രോമം നരച്ചിട്ടുണ്ടെങ്കിൽ മരണത്തിന്റെ 1ാമത്തെ അടയാളം എത്തിയെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിങ്ങളുടെ താടിയിലെയോ തലയിലെയോ ഏതെങ്കിലും ഒരു രോമം വെളുത്തിട്ടുണ്ടെങ്കിൽ വാപ്പാ പോകേണ്ട സമയമായി. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുപ്പക്കാര് ചിരിക്കണ്, എന്തായാലും എൻ്റെ ഒന്നും നരച്ചിട്ടില്ല, അപ്പ എത്തില്ല അല്ലേ? എൻ്റെ ഒന്നും നരച്ചിട്ടില്ല, പോകേണ്ട സമയമായില്ല എന്ന്. 2 മക്കളെ രോഗങ്ങൾ പിടിപെടുന്നുണ്ടെങ്കിൽ,
രോഗങ്ങൾ പിടിപെടുന്നുണ്ടെങ്കിൽ അത് മരണത്തിന്റെ രണ്ടാമത്തെ അതിഥിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, BP എന്നാ ഇല്ലാത്തൊന്നുമില്ല. വൈകുന്നേരം ചോറുണ്ണുന്നത് പോലെ ടാബ്ലറ്റ് വാരി കഴിക്കുമ്പോൾ ആലോചിച്ചോ, പോകേണ്ട സമയമായി. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്ന് പഴയതുപോലെ ഓടാനോ നടക്കാനോ കുനിയാനോ ഇരിക്കാനോ പറ്റുന്നില്ല. നടുവിന് വേദന, കൈമുട്ട് വേദന, കാലുമുട്ട് വേദന, എല്ലായിടത്തും വേദന. അതിലുപരി തൊലിയൊക്കെ ചുളുങ്ങി തുടങ്ങി, പഴയ ഗ്ലാമറൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി. പോകേണ്ട സമയമായി എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണം എനിക്കും വന്നിട്ടുണ്ട്, നിങ്ങൾക്കും വന്നിട്ടുണ്ട്. അള്ളാഹു നന്നാവാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാ ഇന്ന് പിരിയ, ഇന്ന് രാത്രി മരിച്ചാലും കുഴപ്പമില്ല, ഒരു നല്ലത് ചെയ്തിട്ട് പിരിയാം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് വരെ ഉള്ളതെല്ലാം അള്ളാഹ് പുറത്തുതരും. ഈ സമയം വരെ ചെയ്തതെല്ലാം കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അള്ളാഹിനോട് തൗബ ചെയ്താൽ പുറത്തു. പക്ഷെ ഇനി മുതൽ അങ്ങനെ ആകാൻ പാടില്ല. ഇന്നത്തെ രാത്രി മുതൽ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തെങ്കിലും ഖുർആൻ എടുത്ത് വെച്ച് ഓതിയിട്ടേ ഉറങ്ങാവൂ. നീയത്ത് ചെയ്യുക. അള്ളാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ ഒരു സൂറത്തെങ്കിലും ഉസ്താദെ, അത് ഇത്തിരി ബുദ്ധിമുട്ടാ. ഒരു സൂറത്തൊക്കെ ഓതാന്ന് വെച്ചാൽ ഞങ്ങൾ വലിയ തിരക്കുള്ള വേണ്ടപ്പാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. എല്ലാ ദിവസവും ഓതുന്നോ അവന് സ്വർഗമാണ് പ്രതിഫലമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു സൂറത്ത് ഓതണ്ട, ഒരായത്ത് ഓതിയാൽ മതി. ഒറ്റ ആയത്ത് ഓതിയ പ്രതിഫലം എന്തേ? എല്ലാ ദിവസവും ആരെങ്കിലും ഒരായത്ത് ഓതിയ അവന് സ്വർഗമാണ് പ്രതിഫലമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഓതാമെന്ന് നീയത്ത് ചെയ്യുന്നവരെന്ന് കൈവക്കിക്ക്. ഒറ്റ ആയത്ത് പൊക്കാത്തവനെ എനിക്ക് കാണേണ്ടത്. ഈ സദസ്സിൽ എന്താ ഒന്നര കയ്യന്മാരുണ്ടാ? പൊക്കണമെങ്കിൽ നല്ല പൊക്കണം. അള്ളാഹുവേ, ഈ ഉയർത്തിയ കൈ ഒരാളുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും തരല്ലേ പടച്ചവനെ. അടുത്തിരിക്കുന്ന കൈ പൊക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിനക്കുള്ള പ്രതിഫലം പറയാൻ പോവാ. ഈ സദസ്സിലിരുന്നിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഓതിയാ പോലും സ്വർഗം കിട്ടുമെന്ന് പറയുമ്പോൾ അതോതാ പോലും മനസ്സില്ലാത്ത ചെറുപ്പക്കാരാ, ഈ സദസ്സിലിരുന്ന് കൊണ്ട് ആരെങ്കിലും ഉസ്താദിന്റെ വാപ്പ പള്ളിക്കുടിയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് പറഞ്ഞാൽ എന്റെ തീരുമാനത്തില് മാറ്റമില്ലെന്ന് ഈ സ്വർഗത്തിൽ വന്നിരുന്നിട്ട് പോലും നന്നാവാ മനസ്സില്ലാത്ത ചെറുപ്പക്കാരാ, ഈ അഹങ്കാരത്തിന്റെ പ്രതിഫലം പറഞ്ഞു തരട്ടെ, ഈ വാസികളുടെ പ്രതിഫലം പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എന്റെ പൊന്നുപോരെ, നീ എവിടെ കിടന്ന് മരിച്ചാൽ, നീ പ്രപഞ്ചത്തിന്റെ എവിടെ കിടന്ന് മരിച്ചാൽ, ആ മരിക്കുന്ന സമയത്ത് എത്ര വലിയ കുത്തുബുൽ അക്താബുണ്ടല്ലോ, ഏത് ഔലിയ വന്ന് നിന്നോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാൽ അത് പറയാ നിന്നെ കൊണ്ട് കഴിയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു. അള്ളാന്റെ ഖുർആനിലെ ഒരായത്ത് ഓതിയ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ട് പോലും എനിക്ക് നന്നാവാൻ മനസ്സില്ല, ഞാൻ ഇങ്ങനെ നടക്കൂ എന്ന് പറഞ്ഞ് അഹങ്കാരത്തോടെ അള്ളാനെ മറന്ന് ആരെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ഈ വാശിക്കുള്ള പ്രതിഫലം നീ മരിക്കണ സമയത്ത് ആര് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാലും ഈ നാക്കു പൊങ്ങൂല്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്തേ വിശ്വസിക്കാൻ മടിയുണ്ടോ? ബുഖാരിയും മുസ്ലിമും ഒന്നും നോക്കണ്ട. അള്ളാന്റെ ഖുർആൻ പറയുന്നു നിന്റെ അവസാന വാക്കെന്താന്ന് അള്ളാന്റെ ഖുർആൻ പറയും. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു നീ ചാകണ സമയത്ത് പറയുന്ന വാക്കെന്താ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, എവിടെയെങ്കിലും കിടന്ന് റോഡിലാടോ വാഹനത്തിലാടോ വീട്ടിലാടോ അറിയില്ലല്ലോ എന്റെ പ്രിയമുള്ളവരെ, എവിടെ കിടന്നാണ് മരിക്കുന്നത്? ആ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നല്ല മനുഷ്യനുണ്ടല്ലോ, അല്ലെങ്കിൽ മക്കളുണ്ടല്ലോ, എവിടെയെങ്കിലും ഏതെങ്കിലും വഅദൽ ഉസ്താദന്മാര് പറയുന്നത് കേട്ടിട്ട് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്ന് വലിക്കുന്ന നിന്റെ ചാരത്ത് വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു തരുമ്പോ നീ തിരിച്ചു പറയുന്ന വാക്ക് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വശഹിദു അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ.
അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, പടച്ചവൻ ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ട് പടച്ചവനെ പുറങ്കാല് കൊണ്ട് തട്ടിക്കെട്ട് ദുരിയാവിന്റെ തുലിക്ക് മുകളിലൂടെ അഹങ്കാരികളെ പോലെ ധിക്കാരികളെ പോലെ മറ്റുള്ളവരുടെ കൂടെ നടക്കുന്ന മുസ്ലിമേ, നീ മരിക്കുന്ന സമയത്ത് അവസാനമായി പറയുന്ന വാക്കെന്തെന്നറിയുവോ? അന്നഹും കാനൂ കാഫിരീൻ, ഞാനൊരു കാഫിറായിട്ടാ ചാകുന്നതെന്ന് നിന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടേ മരിക്കൂ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ.